ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കൊണ്ടാട്ട റെസിപ്പിയാണ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചായക്കും അതേപോലെ ചോറിനൊക്കെ കൂട്ടാം. നല്ല എരിവും പുളിയൊക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികമായിട്ടൊക്കെ വെണ്ടയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെണ്ടയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് കുറച്ചധികം വെണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ബാക്കിയുള്ളത് ഇതേപോലെ നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിൽ നമ്മൾ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചധികമായിട്ട് കിട്ടുള്ളൂ. ഇത് ഉണങ്ങി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയുടെ പൾപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ കറികളിലേക്കൊക്കെ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ അതിൻ്റെ ആ ഒരു പൾപ്പ് അതിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ബാക്കി കാശ്മീരി ചില്ലിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾ ക്യൂബായാലും ഇട്ട് കൊടുക്കാം. ചിക്കൻ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ് ഭാഗം അതും ഞാൻ ഈ ഒരു ജ്യൂസ് കൂടെ ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ കുറച്ച് സമയം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. എന്നുവെച്ചാൽ ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഒരു കുറച്ച് നേരം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ആ വഴുവഴുപ്പൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് ലെമൺ ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല വെയിലുള്ളിടത്തേക്ക് വെച്ച് കൊടുക്കാം. 2 വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു ദിവസത്തെ വെയിലാണ് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇത് വാടി അതിൻ്റെ എല്ലാ വെള്ളവും വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് നാളെയാണ് ഒന്നുകൂടെ വെയിലത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാം. പക്ഷേ ഞാനിത് ടിന്നിലിട്ട് വെക്കാനായിട്ടാണ്, നമുക്ക് ആവശ്യമാകുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ് ഞാനിത് എടുത്ത് വെക്കുന്നത്. നമുക്ക് കുറച്ചധികം കിട്ടിയത് കൊണ്ട് ഇത് കുറച്ച് മാറ്റി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അതേ വെയിലത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഒടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു കൊണ്ടാട്ടമായിട്ട് നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനും നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് നല്ല എരിവും ഉണ്ട്, അതേപോലെ തന്നെ പുളി ടേസ്റ്റും ഉണ്ട്. പിന്നെ ആ ഒരു ചിക്കൻ്റെ ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത കാരണം ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അധികമൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വെണ്ടയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ റെഡിയാക്കി വെക്കാം. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.